വയലിൽ കുടിച്ചു കിടന്ന മോഹനനെ രാജനാഗം കടിച്ചു എന്ന് ഓർത്തോളൂ. യെസ്, അതിൽ കുടിച്ചു എന്നാൽ ലാൽഗുഡി ഗോപാലൻ അയ്യർ ജയരാമനാണ്. വയലിൽ കുടിച്ചു കിടന്ന മോഹനനെ എന്നാണ് പറഞ്ഞത്. മോഹനൻ എന്നാൽ മോഹനൻ ചന്ദ്രശേഖർ ആണ് എന്ന് ഓർത്തോളൂ. മോഹനെ ആരാണ് കടിച്ചത്? രാജനാഗം കടിച്ചു. യെസ്, രാജ എന്നാൽ ഡോക്ടർ എൻ രാജമാണ്. നാഗം എന്നാൽ നാഗൈ ആർ മുരളീധരനാണ്. അപ്പോ വയലിൽ കുടിച്ച് കിടന്ന മോഹനനെ രാജനാഗം കടിച്ചു എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. വയലിൽ എന്നാൽ വയലിനാണ്, അതിൽ കുടിച്ചു എന്നാൽ ലാൽഗുഡി, അതിലൊരു കുടി ഉണ്ടല്ലോ, ലാൽഗുഡി ഗോപാലൻ അയ്യർ ജയരാമൻ മോഹനനെയാണ് രാജനാഗം കടിച്ചത്. യെസ്, മോഹൻ എന്നാൽ മോഹനൻ ചന്ദ്രശേഖർ, രാജനാഗം എന്നാൽ ഡോക്ടർ എൻ രാജവും പിന്നെ നാഗൈ ആർ മുരളീധരനുമാണ്. ഓക്കെ, എങ്കിൽ ലളിത നന്ദിനി സിസ്റ്റേഴ്സും വയലിനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ്. വയലിലെ അവസാനത്തെ ലെറ്റർ ലിൻ എന്നല്ലേ വരുന്നത്, അതിൽ ആ എല്ലും എന്നും എടുക്കുക, അത് ലളിത നന്ദിനി സിസ്റ്റേഴ്സ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വയലിൽ കുടിച്ചു കിടന്ന മോഹനെ രാജനാഗം കടിച്ചത് ലളിത നന്ദിനി സിസ്റ്റേഴ്സ് കണ്ടു എന്നും ജസ്റ്റ് ഓർത്താൽ മതി. എങ്കിൽ ദ്വരം വെങ്കട്ട സ്വാമി നായിഡുവും വന്നിട്ട് വയലിനാണ്. ജ്വരം വരുമ്പോ വയലന്റ് ആകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ.